എല്ലാവർക്കും iPlusലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയങ്ക ഹരി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്നുള്ള ഭാഗത്തുനിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ആണ്. അതായത് ആക്ച്വലി പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ നമുക്ക് പറയാനൊക്കെ വളരെ രസമുള്ളതാണെങ്കിൽ പോലും ചെയ്ത് വരുമ്പോൾ കുറേ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ്. പ്രത്യേകിച്ച് ഈവൻ മാത്സ് മെയിൻ എടുത്ത് പഠിച്ചാൽ പോലും ഈ ഒരു ഭാഗം കൺഫ്യൂസിങ് ആയിട്ട് തോന്നാറുണ്ട്. അപ്പൊ നമുക്കിത് എങ്ങനെ കുറച്ചുകൂടി എളുപ്പത്തിൽ അല്ലെങ്കിൽ കാര്യം മനസ്സിലാക്കിയിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ കൂടുതലും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ തന്നെയാണിത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ടെന്ന് മാത്രം. ആദ്യം എന്താണ് പെർമ്യൂട്ടേഷൻ എന്ന് നോക്കാം. The number of permutations of n objects taken all at a time denoted by the symbol npn ആണ്. അപ്പൊ ഇത് ആക്ച്വലി നമ്മുടെ ബുക്സിൽ npn ഇങ്ങനെയാണ് കേട്ടോ വരിക. അപ്പൊ ഇത് എഴുതാനുള്ള അല്ലെങ്കിൽ നമുക്ക് ആ നൊട്ടേഷൻ കൊടുക്കുന്ന ബുദ്ധിമുട്ടിലാണ് ഇങ്ങനെയൊക്കെ കിടക്കുന്നത്. അപ്പൊ ആക്ച്വലി നമുക്ക് എഴുതേണ്ട മെത്തേഡ് ഇതാണ്. ഓക്കെ, ഈസ് ഗിവൺ ബൈ npn ഈക്വൽ ടു n ഫാക്ടോറിയൽ ആണ്. പിന്നെ ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് n ഒബ്ജക്ട്സ് ടേക്കൺ ആർ അറ്റ് എ ടൈം എന്ന് പറയുവാണെങ്കിൽ npr ആണ്. അതിന്റെ അർത്ഥം എന്താണ്? n ഫാക്ടോറിയൽ ബൈ n മൈനസ് ആർ ഫാക്ടോറിയൽ ആണ്. അപ്പൊ ആദ്യം നമുക്ക് പെർമ്യൂട്ടേഷൻ എന്താണ്? പെർമ്യൂട്ടേഷൻ ഉണ്ട്, കോമ്പിനേഷൻ ഉണ്ട്. പെർമ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അറേഞ്ച്മെന്റ് എന്നുള്ള ഒരു കീവേഡ് പോലെ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാം. ആക്ച്വലി പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു 10 ഒബ്ജക്ട്സ് ഉണ്ട്. ഓക്കെ, ഇതിൽ 4 എടുത്തിട്ട് നമ്മൾ ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെ അതിനെ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ 4 വെച്ചിട്ട് ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പഠിക്കാൻ അല്ലെങ്കിൽ എന്ന് ചെയ്യുന്നതാണ് ആക്ച്വലി പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഗ്രൂപ്പ് തന്നിട്ടുണ്ടാവും. ചിലപ്പോ 10 പുരുഷന്മാര്, 20 സ്ത്രീകള്. ഇതിൽ നിന്നും 5 പുരുഷന്മാരും 2 സ്ത്രീകളുള്ള എത്ര ഗ്രൂപ്പ് ഉണ്ടാക്കാം? ആക്ച്വലി എന്താ ചെയ്യുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് കോമ്പിനേഷൻസ് ഉണ്ടാക്കണം. ഓക്കെ, അതെന്താണ്? അതായത് അതിൽ നിന്ന് നമ്മൾ പറയണം നമ്മുടെ കയ്യിൽ കുറച്ച് ഷുഗർ ഉണ്ട്, കുറച്ച് പാലുണ്ട്. ഓക്കെ, ഇത് ചേർത്തിട്ട് കുറച്ച് അരിയുണ്ട്, ഇത് ചേർത്തിട്ട് എങ്ങനെയൊക്കെ നമുക്ക് പായസം ഏത് വെറൈറ്റിയിൽ എങ്ങനെയൊക്കെ ഉണ്ടാക്കാം അല്ലെ? ചിലർക്ക് മധുരം കുറച്ചുണ്ടാക്കാൻ പറ്റും, ചിലർക്ക് നല്ല മധുരം വേണം, ചിലർ പാല് കുറച്ചുണ്ടാക്കും, ചിലർക്ക് പാല് മധുരം കൂടുതലായിരിക്കും. സോ അങ്ങനെ അവിടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോമ്പിനേഷൻസ് പോസിബിൾ ആണ് അല്ലെ? അപ്പൊ കോമ്പിനേഷൻ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് അവിടെ നിന്ന് എടുത്തിട്ട് എങ്ങനെയൊക്കെ കോമ്പിനേഷൻ ഉണ്ടാക്കാം എന്നതാണ്. പെർമ്യൂട്ടേഷൻ പറയുന്നത് സെറ്റ് ഓഫ് ഒരു സെറ്റ് ഓഫ് ഒബ്ജക്ട്സ് ആയിരിക്കും നമ്മുടെ മുന്നിൽ തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് അവിടെ പറയുന്നത് വെച്ചിട്ട് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം എന്നതാണ്. ഓക്കെ, അപ്പൊ ഡിഫറൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിക്കേ, അപ്പൊ ഇതില് പെർമ്യൂട്ടേഷൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ചിലതൊക്കെ ഒരു ബേസിക് കോൺസെപ്റ്റ്, ബേസിക് നോളേജ് വെച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. അത് ആക്ച്വലി ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് നമ്മൾ കൗണ്ട് ചെയ്യുന്നതിന് ബേസിക് ആയിട്ടൊരു പ്രിൻസിപ്പിൾ ഉണ്ട്, അത് വെച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ കേട്ടോ. ഫൈൻഡ് എ നമ്പർ ഓഫ് 4 letter വേർഡ്സ് with or without meaning which can be formed out of the letters of the word rose where the repetition of the letters is not allowed. അപ്പൊ എന്താണ്? 4 ലെറ്റർ വേർഡ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ 4 ലെറ്റേഴ്സിന് 4 സ്പേസ് കൊടുത്തു. ഇവിടെ വിത്ത് ഓർ വിത്തൗട്ട് മീനിങ് ആണ്. അപ്പൊ അയ്യോ ഞാൻ ഉണ്ടാക്കുന്നതിന് മീനിങ് വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഒരു കാരണവശാലും ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ROSE എന്നതില് 1 2 3 4 ഡിഫറെന്റ് ലെറ്റേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോ ഇവിടെ നോക്കിക്കോളൂ കേട്ടോ. ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് വിത്ത് ഓർ വിത്തൗട്ട് മീനിങ് ആയതുകൊണ്ട് തന്നെ ഈ 4ൽ ആര് വേണേലും വരും അല്ലെ? അപ്പൊ ഇവിടെ 4 ആൾക്കും വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി ഇതില് R വരാം, അല്ലെങ്കിൽ O വരാം, അല്ലെങ്കിൽ S വരാം, അല്ലെങ്കിൽ E വരാം. 4 ആള് വരാം. ഇനി അടുത്ത ലെറ്ററിന്റെ സ്പേസിൽ സപ്പോസ് ഇവിടെ ഫസ്റ്റ് ലെറ്റർ R ആണെങ്കിൽ ഇവിടെ വരാനുള്ള ചാൻസ് Oക്കോ Sനോ Eക്കോ ആയിരിക്കും. സപ്പോസ് O ആണ് വന്നതെങ്കിൽ ROSOE വരുള്ളൂ. S ആണ് വന്നിരുന്നെങ്കിൽ ROEA വരും. അതർവൈസ് E വന്നിട്ടുണ്ടെങ്കിൽ ROSA വരണം. അതായത് ഇവിടെ എങ്ങനെ പോയാലും 3 എണ്ണത്തിനേ ഉള്ളൂ. ഇവിടെ അടുത്തത് എന്തായിരിക്കും? ഇവിടെ 2 ലെറ്റർ ഓൾറെഡി ഓക്യുപ്പൈഡ് ആയതുകൊണ്ട് ഇനിയുള്ള ബാക്കി 2 ലെറ്റേഴ്സിൽ ആര് വേണമെങ്കിലും വരും. ഇവിടെ 3 ലെറ്റേഴ്സും ഓക്യുപ്പൈഡ് ആയതുകൊണ്ട് ഇനി ബാലൻസ് 1 ഉള്ളൂ. അപ്പൊ ടോട്ടൽ എന്താ പറയാ, നമ്പർ ഓഫ് ലെറ്റേഴ്സ് 4 ലെറ്റർ വേർഡ്സ് എന്ന് പറയുന്നത് 4 into 3 into 2 into 1 which is equal to 24, which is our option C.
ക്ലിയർ ആയില്ലേ? ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇത് 4 ലെറ്ററിനെ എത്ര എണ്ണം വെച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. പെർമ്യൂട്ടേഷൻ വരുമ്പോൾ എന്താ ചോദിച്ചാൽ ഇതിന് 2 എണ്ണം മാറ്റണം 3 എണ്ണം മാറ്റണം എന്ന് പ്രത്യേകം പറയും. ഇതൊരു ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ആണ്. പെർമ്യൂട്ടേഷൻ ഒരു ബേസിക് ആണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ. ഗിവൺ 4 ഫ്ലാഗ്സ് ഓഫ് ഡിഫറെന്റ് കളേഴ്സ്. How many different signals can be generated if a signal requires the use of 2 flags, one below the other? അതായത് നമ്മുടെ കയ്യിൽ ഒരു ഫ്ലാഗ് 1 ഉണ്ട്, ഫ്ലാഗ് 2 ഉണ്ട്, എല്ലാം ഡിഫറെന്റ് കളേഴ്സ് ആണ്. ഫ്ലാഗ് 3 ഉണ്ട്, ഫ്ലാഗ് 4 ഉണ്ട്. നമുക്ക് 2 ഫ്ലാഗുകൾ ചേർന്നിട്ട് ഒരു സിഗ്നൽ ഉണ്ടാക്കണം. ദിസ് ഈസ് അവർ സിഗ്നൽ 1. അപ്പൊ ഇവിടെ വേണമെങ്കിൽ നമുക്ക് F1 യൂസ് ചെയ്യാം, ഇവിടെ F2 യൂസ് ചെയ്യാം. അങ്ങനെ ഒരിക്കലും ഒന്നിൽ അല്ലെങ്കിൽ ഒരേ കളർ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. 2 flags, one below the other എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഡിഫറെന്റ് സിഗ്നൽസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ എന്തായിരിക്കും ചാൻസ്? ഇതേപോലെ ഇവിടെ ഈ 4 ഫ്ലാഗിൽ ആരെ വേണേ നമുക്ക് ഓക്യുപ്പൈ ചെയ്യാം. ഇവിടെയോ? ഇവിടെ ആരാണോ ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത് അതൊഴികെയുള്ള ബാക്കി 3 ആളുകളാണ്. അപ്പൊ എത്രയും വരിക? 4 into 3, 12 എന്നതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത നോക്കൂ. ഹൗ മെനി 2-digit ഈവൻ നമ്പേഴ്സ് ക്യാൻ ബി ഫോം from the digits 1, 2, 3, 4, 5 if the digits can be repeated? ഡിജിറ്റ്സിനെ റിപ്പീറ്റ് ചെയ്യാൻ സാധിക്കും എങ്കിൽ എത്ര ഈവൺ നമ്പേഴ്സ് ഉണ്ടാക്കാം? 2 ഡിജിറ്റ് ആണ്. അപ്പൊ ഞാൻ 2 ഡിജിറ്റ് ഈവൺ നമ്പർ ആണ്, ഇതാണ് എന്റെ 2 ഡിജിറ്റ് ഈവൺ നമ്പർ ഇടാനുള്ള സ്പേസ്. ഇവിടെ എന്തായാലും 2ഓ 4ഓ മാത്രമേ വരുള്ളൂ. കാരണം 2, 4, 6, 8, 0 ഈ നമ്പേഴ്സിൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഈവൺ നമ്പേഴ്സ് എന്ന് പറയാം. ഈവൺ നമ്പേഴ്സ് ഓൾവേസ് എൻഡ് വിത്ത് എന്തായിരിക്കും? 2, 4, 6, 8 ആൻഡ് 0 ആണ്. സോ ഇവിടെ തന്നിരിക്കുന്നതിൽ 2ഉം 4ഉം മാത്രമേ ഈവൺ ഉള്ളൂ. അപ്പൊ ഇവിടെ വരാനുള്ള ചാൻസ് 2 or 4 ആണ്. അതായത് ഇവിടത്തെ ചാൻസസ് 2 നമ്പേഴ്സ് ആണ്. ഇനി ക്യാൻ ബി റിപ്പീറ്റഡ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ ഏതൊക്കെ ലെറ്റേഴ്സ് വരാം? 1, 2, 3, 4, 5 ഏതോ വരാം. 22 വരാം, 44 വരാം, അതൊക്കെ ഈവൺ നമ്പർ ആണ്. സോ ഇവിടെ റിപ്പീറ്റേഷൻ അലൗഡ് ആയതുകൊണ്ട് ഇവിടത്തെ പോസിബിലിറ്റി 5 വരാനുള്ളതാണ്. സോ 5 into 2 equal to 10 എന്നാണ് റിപ്പീറ്റേഷൻ അലൗ ആവുമ്പോഴുള്ള ഒരു നമ്പർ ഓഫ് ഈവൺ നമ്പേഴ്സിന്റെ എണ്ണം, അല്ലെങ്കിൽ ഈവൺ നമ്പേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത്. സപ്പോസ് നോ റിപ്പീറ്റേഷൻ അലൗഡ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് വരും? ഇത് മാറ്റം വരും. എങ്ങനെയാ വരിക? ഇവിടെ 2 തന്നെയാണ്, പക്ഷെ ഇവിടെ ഓൾറെഡി 1 ഓക്യുപ്പൈഡ് ആയതുകൊണ്ട് ഇനി ഇവിടെ ആകെ ചാൻസ് 4 ഉണ്ടാവണം. സോ ടോട്ടൽ എന്ന് പറയുന്നത് 4 into 2, 8 ആണ്. കണ്ടോ? വിത്ത് റിപ്പീറ്റേഷൻ ആകുമ്പോൾ ഒരു നമ്പർ ആണ്, വിത്തൗട്ട് റിപ്പീറ്റേഷൻ ആകുമ്പോൾ വേറെ നമ്പർ ആണ് വരുന്നത്. സോ 4 into 2, 8 എന്നതാണ് ഇവിടെ നോ റിപ്പീറ്റേഷൻ അലൗഡ് ആണെങ്കിൽ. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കിക്കോളൂ. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇവിടെ നോക്കൂ, നോട്ട് റിപ്പീറ്റേഷൻ അലൗഡ് അല്ല. if റിപ്പീറ്റേഷൻ അലൗഡ് ആണെങ്കിലോ? അലൗഡ് ആണെങ്കിൽ എന്ത് വരും? 4 into 4 into 4 into 4 എന്ന് വരും. ഓക്കെ, അതായത് 4 എന്നത് വരും. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Find the number of different signals that can be generated by arranging at least 2 flags in order, one below the other, on a vertical staff if 5 different flags are available. അവിടെ 4 ആയിരുന്നു, ഇവിടെ 5 ആണ്. അപ്പൊ എന്ത് ചെയ്യും? ഇങ്ങനെ വരികയാണ്. ഇവിടെ 5 ചാൻസസ് ഉണ്ട്, ഇവിടെ 4 ചാൻസസ് ഉണ്ട്. അപ്പൊ ടോട്ടൽ 20 ആണ് ആൻസർ ആയിട്ട് വരും. ക്ലിയർ? അടുത്തത്, ഇനി ഇതെങ്ങനെയാണ് ഈ ഫാക്ടോറിയൽ വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാന്ന്? കാരണം നമ്മൾ പറഞ്ഞു NPR എന്ന് പറഞ്ഞാൽ n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ ആണ്. സോ n ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? n into n minus 1 into n minus 2 into അങ്ങനെ 3 into 2 into 1 ആണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കൂ, 7 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഈ n ഫാക്ടോറിയലിനെ n into n minus 1 ഫാക്ടോറിയൽ എന്ന് എഴുതാൻ പറ്റും. കാരണം n minus 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ again n minus 1 into n minus 2 into അങ്ങനെ up to 3 into 2 into 1 ആണ്. ഇല്ലെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? n into n minus 1 into n minus 2 ഫാക്ടോറിയൽ എന്ന് എഴുതാം. അതുമല്ലെങ്കിൽ n into n minus 1 into n minus 2 into n minus 3 ഫാക്ടോറിയൽ എന്ന് എഴുതാം. അതും അല്ലെങ്കിലോ n minus 1 into n minus 2 into n minus 3 into n minus 4 ഫാക്ടോറിയൽ എന്ന് എഴുതാം. സോ ഇതിനെ ഞാൻ 7 into 6 into 5 ഫാക്ടോറിയൽ എന്ന് എഴുതുന്നു. ഇവിടെ 5 ഫാക്ടോറിയൽ ഡിവൈഡ് ചെയ്യും.
which is equal to 42. അപ്പൊ ഇതെങ്ങനെ ചെയ്യും? സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതേപോലെ എന്റെ കൂട്ടത്തിൽ തന്നെ എന്റെ കൂടെ ചെയ്യൂ കേട്ടോ. 12 into 11 into 10 factorial divided by 10 factorial into 2 factorial എന്ന് പറഞ്ഞാൽ 2 into 1 ആണ്. ക്യാൻസൽ ആയിപ്പോയി 2 6 times which is equal to 66. കിട്ടിയില്ലേ? ഇങ്ങനെയാണ് ഈ ഫാക്ടോറിയൽ വെച്ചിട്ടുള്ള കാൽക്കുലേഷൻസ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി അടുത്തത് നോക്കൂ, ഇതൊക്കെ എക്സാമിന് ചോദിക്കാം. ഈ 1/8 ഫാക്ടോറിയൽ പ്ലസ് 1/9 ഫാക്ടോറിയൽ ഈക്വൽ ടു എക്സ് ബൈ 10 ഫാക്ടോറിയൽ എങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നോക്കുക, 1/8 ഫാക്ടോറിയൽ നമുക്കൊന്നും എഴുതാൻ പറ്റില്ല. 1/9 ഫാക്ടോറിയലിനെ 9 into 8 ഫാക്ടോറിയൽ എന്ന് എഴുതി. എക്സ് ബൈ 10 ഫാക്ടോറിയലിനെ ഞാൻ 10 into 9 into 8 ഫാക്ടോറിയൽ എന്ന് എഴുതി. ആക്ച്വലി എല്ലാത്തിലും 8 ഫാക്ടോറിയൽ കൊണ്ട് ക്യാൻസൽ ചെയ്തു പോകും. അതെങ്ങനെയാന്ന് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടി എഴുതാം. അതൊന്നും നിങ്ങൾ എഴുതണ്ട, ഞാൻ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിലോ എന്ന് വെച്ചിട്ടാണ്. അപ്പൊ 1/8 ഫാക്ടോറിയൽ പുറത്തെടുത്ത് ഇവിടെ ബാലൻസ് 1 ഉള്ളൂ. ഇവിടെ 1/9 ആണ്. ഈ പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഡിവൈഡ് ചെയ്യുക എന്ന് തന്നെയാണ് കേട്ടോ അർത്ഥം. ഇവിടെ എന്ത് വരും? 10 into 9 വരും. സോ 1/8 ഫാക്ടോറിയൽ ക്യാൻസൽ ആയിപ്പോയി. 1 plus 1/9 എന്ന് പറഞ്ഞാൽ 10/9 ആണ്. ഈക്വൽ ടു എക്സ് ബൈ 10 into 9 ആണ്. 9 ക്യാൻസൽ ആയി. സോ എക്സ് ഈക്വൽ ടു 10 into 10 which is equal to 100 എന്ന് പറയും. ഓക്കെ, എക്സിന്റെ വാല്യൂ 100 ആണ്. ക്ലിയർ ആയല്ലോ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തതാണ്. ഇങ്ങനെയാണ് ഈ ഇത്തരം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ? അപ്പം ഇത് നമ്മൾ ശരിക്കും ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് കൗണ്ടിങ് എന്നുള്ള കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ചെയ്തത്. ഇനി നമ്മൾ അടുത്തത് നേരെ പോകുന്നത് പെർമ്യൂട്ടേഷന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പെർമ്യൂട്ടേഷൻസ് ആണ്. പെർമ്യൂട്ടേഷനിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും ചെയ്യുക. ഇത് കണ്ടതിന് ശേഷം മാത്രം ആ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്